ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MJ ടേസ്റ്റി വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെട്ടി കേക്ക് അല്ലെങ്കിൽ മുട്ട കേക്ക് എന്നും പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ത് പേരാ പറയണമെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ്സ് വഴി അറിയിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 1 കപ്പ് മൈദയാണ് യൂസ് ചെയ്തേക്കുന്നത്. 14 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാനിവിടെ എടുത്തേക്കണേ. മൈദയുടെ അളവ് വ്യത്യാസം വരും, കാരണം നമ്മൾ എടുക്കണ മുട്ടയുടെ വലിപ്പം അനുസരിച്ച് നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ മൈദ കുറച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ 14 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാനിവിടെ ഇപ്പോൾ എടുത്തേക്കണേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഞാനിവിടെ ബേക്കിംഗ് പൗഡർ എടുത്തതുകൊണ്ടാണ് 1/4 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തേക്കുന്നത്. ബേക്കിംഗ് സോഡ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ള് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 മുട്ടയാണ് എടുത്തേക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ വെച്ചേക്കുന്ന 1 മുട്ട. അതിലേക്ക് ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്തേക്കുന്നത്. പൊടിച്ചതിന് ശേഷമുള്ള സ്പൂണിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അതിലേക്ക് ഒരു 3 ഏലക്കായും കൂടി ഇട്ടിട്ട് നമുക്ക് പൊടിക്കാം. അത് ഞാൻ ഒരു 7 സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫ്രോക്കോ യൂസ് ചെയ്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ആ മുട്ടയുടെ ആ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കളർ ചേർത്തേക്കുന്നത്. ഒരു 1/4 സ്പൂൺ കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ പൊടിയുടെ മിക്സിലേക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് നല്ലോണം കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. നമ്മളിത് ഇങ്ങനെ കുഴക്കണ സമയത്ത് പൊടിയുടെ അളവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. അഥവാ ഇനി മുട്ടയുടെ അളവ് കുറവാണെന്ന് തോന്നാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. പാലല്ലെങ്കിൽ ഒരു മുട്ടയുടെ പകുതി എങ്ങാനും ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. വെള്ളം യൂസ് ചെയ്യരുത്. പാലല്ലെങ്കിൽ മുട്ട തന്നെ യൂസ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. നെയ്യോ ബട്ടറോ ഓയിലോ ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലോണം അത് കുഴച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് നമ്മുടെ കൈ കൊണ്ടാണ് നമുക്കൊന്ന് അതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് അരമണിക്കൂറിന് ശേഷം എടുത്തത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം കൈ ഉപയോഗിച്ചിട്ട് ഒരു കുഴലിൻ്റെ ഷേപ്പിൽ നമുക്ക് നല്ലോണം ഉരുട്ടിയെടുക്കാം.
ഞാനതിപ്പോൾ 2 ഇതായിട്ട് മുറിച്ചിട്ടുണ്ട്, ഉരുട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തന്നെ എല്ലാ ഭാഗവും സെയിം വീതിക്ക് അനുസരിച്ച് നമുക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിക്കാം. ഞാനിപ്പോൾ അതേ ഇത്രയും പോകുന്നൊരു വലുപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തേക്കണം. ബാക്കിയുള്ളത് നമുക്ക് അങ്ങനെ മുറിക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചേക്കണം നമ്മുടെ വെട്ട് കേക്കിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കാം. ഹൈ ഫ്ലെയിമിൽ എങ്ങാനും വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കരിയും, അതുപോലെ തന്നെ ഉള്ളൊന്നും വേവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വെട്ട് കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇതിന് ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.